നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ മനു ഭാക്കർ വെങ്കലം നേടി. നേരിയ പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് താരത്തിന് വെള്ളി നഷ്ടമായത്. ആദ്യമായിട്ടാണ് ഷൂട്ടിങ്ങിൽ ഒരു ഇന്ത്യൻ വനിത ഒളിമ്പിക്സിൽ മെഡൽ നേടുന്നത്. മനു ഭാക്കറിന് അഭിനന്ദനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യക്ക് വേണ്ടി ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ വനിതയെന്ന് കൂടുതൽ സവിശേഷമാക്കുന്നുവെന്നും ചരിത്ര നേട്ടമെന്നും മോദി ട്വിറ്ററിൽ കുറിച്ചു. ഡൽഹിയിലെ സിവിൽ സർവീസ് കോച്ചിംഗ് കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി മരിച്ച 3 പേരിൽ മലയാളി വിദ്യാർത്ഥി. എറണാകുളം സ്വദേശി നവീൻ ഡെൽവിൻ 28 ആണ് മരിച്ചത്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥിയാണ് നവീൻ. തെലങ്കാന സ്വദേശി തനിയ സോണി, ഉത്തർപ്രദേശ് സ്വദേശി ശ്രേയ യാദവ് എന്നിവരാണ് മരിച്ച മറ്റുള്ളവർ. ദില്ലിയിലെ റാവൂസ് കോച്ചിംഗ് സെന്റർ ഉടമ അറസ്റ്റിലായി. സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിലെ ബേസ്മെന്റിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങി മലയാളി ഉൾപ്പെടെ 3 പേർ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. ലൈസൻസ് പ്രകാരം ബേസ്മെന്റിൽ പാർക്കിങ്ങിനാണ് അനുമതിയുള്ളത്. എന്നാൽ പാർക്കിങ്ങിനുള്ള ബേസ്മെന്റിൽ അനധികൃതമായി ലൈബ്രറി നിർമ്മിച്ചതെന്നും കണ്ടെത്തി. സംഭവത്തെ തുടർന്ന് ദില്ലിയിലെ എല്ലാ കോച്ചിംഗ് സെന്ററുകളിലും പരിശോധനയ്ക്ക് ദില്ലി മേയർ നിർദ്ദേശം നൽകി. സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി 3 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ സുരക്ഷിതമല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളെയും സ്ഥാപനങ്ങളുടെ നിരുത്തരവാദിത്വത്തെയും വിമർശിച്ച് ലോക്സഭാ നേതാവ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സുരക്ഷിതമല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ, മോശം നഗരാസൂത്രണം, സ്ഥാപനങ്ങളുടെ നിരുത്തരവാദിത്വം എന്നിവയ്ക്ക് സാധാരണക്കാരായ പൗരന്മാർ ജീവൻ കൊടുക്കേണ്ട അവസ്ഥയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം വിദ്യാർത്ഥികളുടെ മരണം കൊലപാതകമാണെന്നും സംസ്ഥാനം ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. ആം ആദ്മി പാർട്ടി അധികാരം ഏറ്റെടുക്കുന്നതിന് 15 വർഷം മുമ്പ് BJP ആണ് അധികാരത്തിലുണ്ടായിരുന്നതെന്നും അതിൻ്റെ ഫലമാണ് ദുരന്തത്തിന് പിന്നിലെന്നും AAP MLA ദുർഗേഷ് പഥക് പറഞ്ഞു. ദില്ലിയിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി 3 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ 13 കോച്ചിംഗ് സെന്ററുകളുടെ ബേസ്മെന്റുകൾ സീൽ ചെയ്തു. ഇന്നലെ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയ കോച്ചിംഗ് സെന്ററുകൾക്കെതിരെയാണ് നടപടി. 7 അടിയോളം ഉയരത്തിൽ വെള്ളം പൊങ്ങിയതാണ് ദുരന്തത്തിന് കാരണമായത്. സംഭവ സമയത്ത് 30 വിദ്യാർത്ഥികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ 3 പേർ വെള്ളക്കെട്ടിൽ കുടുങ്ങുകയായിരുന്നുവെന്നും ദില്ലി ഫയർ സർവീസ് അറിയിച്ചു. അപകടത്തിൽ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയ ദില്ലി സർക്കാർ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മിഷൻ 2025 ബന്ധപ്പെട്ട് പാർട്ടി നടപടിയിലെ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തിയതിൽ AICC നടപടി. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ KPCCക്ക് AICC നിർദ്ദേശം നൽകി. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷി KPCCക്ക് കത്തയച്ചിട്ടുണ്ട്. വ്യക്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാനാണ് നിർദ്ദേശം. അനാവശ്യമായ വാർത്തകൾ തുടർച്ചയായി മാധ്യമങ്ങളിൽ വരുന്നതിനാണ് നടപടി. അർജുനെ കണ്ടെത്തുന്നതിനുള്ള തെരച്ചിൽ തുടരുമെന്ന് അറിയിപ്പ്. കേരള കർണാടക മുഖ്യമന്ത്രിമാർ ഫോണിൽ സംസാരിച്ചതിനെ തുടർന്നാണ് തെരച്ചിൽ തുടരാനുള്ള തീരുമാനം. തെരച്ചിൽ നടത്തുന്നതിനുള്ള ഡ്രഡ്ജിംഗ് യന്ത്രം തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവരും. ചെളിയും മണ്ണും ഇളക്കി കളഞ്ഞ് ട്രക്ക് കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. നദി അനുകൂലമായാൽ മാത്രം ഇന്ന് പരിശോധന നടത്തുമെന്നും അറിയിപ്പിലുണ്ട്. മുങ്ങൽ വിദഗ്ധനായ മത്സ്യത്തൊഴിലാളി ഈശ്വർ മാൽപേയും സംഘവും നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ തെരച്ചിൽ അവസാനിപ്പിക്കുകയാണെന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു. ഈശ്വർ മാൽപേ, നേവി സംഘങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ച് ശ്രമിച്ചിരുന്നുവെന്നും നിലവിലെ അവസ്ഥയിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണസേനും പ്രതികരിച്ചിരുന്നു. അർജുനെ കണ്ടെത്താനുള്ള ദൗത്യത്തിൽ പങ്കെടുക്കാനായി തൃശ്ശൂരിലെ അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് മെഷീൻ ഓപ്പറേറ്റർമാർ ഷിരൂരിലേക്ക് കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ബാർജ് നദിയിൽ ഉറപ്പിച്ച് നിർത്താനാവുമോ എന്ന് പരിശോധിക്കാനാണ് ഓപ്പറേറ്റർമാർ പോകുന്നത്. 18 മുതൽ 24 അടി വരെ താഴ്ചയുള്ളെടുത്ത് ആങ്കർ ചെയ്യാൻ പറ്റുമെന്നതാണ് യന്ത്രത്തിൻ്റെ പ്രത്യേകത. അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് മെഷീനെക്കുറിച്ച് കർണാടക കളക്ടർ തൃശ്ശൂർ കളക്ടറോട് വിവരം തേടിയിരുന്നു. അർജുൻ്റെ കുട്ടിയുടെ പ്രതികരണം എടുത്ത യൂട്യൂബ് ചാനലിനെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. മഴവിൽ കേരളം എക്സ്ക്ലൂസീവ് എന്ന യൂട്യൂബ് ചാനലിനെതിരെ പാലക്കാട് സ്വദേശിയായ സിനിൽ ദാസാണ് പരാതി നൽകുക. അവതാരക കുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് പരാതിയിൽ പറയുന്നത്. അതേസമയം പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. ചാനൽ ഉടമയ്ക്ക് ഇന്ന് നോട്ടീസ് നൽകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ ശൈലി കൊണ്ട് LDFന് വോട്ട് കുറഞ്ഞിട്ടില്ലെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ.
സംസ്ഥാനത്ത് മൂന്നാമതും LDF സർക്കാർ തുടരാണ് സാധ്യതയെന്നും അദ്ദേഹം പറഞ്ഞു. കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ തന്നെ വർഗീയവാദിയാക്കുകയാണെന്ന് SNDP ഇപ്പോഴും ഇടതിൻ്റെ കയ്യിൽ തന്നെയാണെന്നും ചെയ്യേണ്ടത് ചെയ്യാത്തത് കൊണ്ടാണ് ഇടത് തോറ്റുപോയതെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ 49 തദ്ദേശ വാർഡുകളിൽ ജൂലൈ 30-ന് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ES ഷാജഹാൻ അറിയിച്ചു. വോട്ടെടുപ്പ് ചൊവ്വാഴ്ച രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. ഇപ്രാവശ്യം വോട്ട് ചെയ്യുന്നവരുടെ ഇടതു കൈയിലെ ചുണ്ടുവിരലിന് പകരം നടുവിരലിനാണ് മായാത്ത മഷി പുരട്ടുക എന്നും അധികൃതർ അറിയിച്ചു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് ആരാധന നടത്താൻ വേണ്ടി SFI സമരം നടത്തിയെന്നത് വ്യാജ പ്രചരണമാണ് SFI പ്രസ്താവന ഇറക്കി. ക്യാമ്പസുകളിൽ ഏതെങ്കിലും പ്രത്യേക മതസ്ഥരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ അനുവദിച്ചാൽ പിന്നീട് അത് മുഴുവൻ മതങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്ന ഇടമായി മാറുമെന്നും അത് ക്യാമ്പസുകളുടെ മതേതര ബോധത്തെ ബാധിക്കുമെന്നുള്ള നല്ല ബോധ്യമുള്ള സംഘടനയാണ് SFI എന്നും കുറിപ്പിൽ വ്യക്തമാക്കി. തിരുവനന്തപുരം വഞ്ചിയൂരിൽ എയർഗൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ യുവതിക്ക് പരിക്ക്. തിരുവനന്തപുരം വഞ്ചിയൂർ ചെമ്പകശ്ശേരി സ്വദേശി ഷിനിനാണ് മുഖംമൂടി ധരിച്ചെത്തിയ സ്ത്രീ ആക്രമിച്ചത്. അക്രമി മുഖംമൂടി ധരിച്ചതിനാൽ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും സ്ത്രീയാണെന്ന് വ്യക്തമായെന്നും ഷിനി പോലീസിനോട് പറഞ്ഞു. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സ്ത്രീയാണ് ആക്രമിച്ചതെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. തൃശൂർ ചാമക്കാലയിൽ കണ്ണിൽ മുളകുപൊടി വിതറി വയോധികയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച കേസിൽ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാമക്കാല രാജീവ് റോഡ് സ്വദേശി താലാശ്ശേരി വീട്ടിൽ സുബിതയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊച്ചി മരടിൽ തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കിയ സ്വകാര്യ ഫ്ളാറ്റിന് പിഴ ചുമത്തി നഗരസഭ. കുണ്ടന്നൂർ ജംഗ്ഷനടുത്ത് ഗ്രാൻഡ് മോഡോസ് എന്ന ഫ്ളാറ്റാണ് നഗരസഭ 1 ലക്ഷം രൂപ പിഴ ചുമത്തിയത്. തോട്ടിലേക്ക് മാലിന്യം ഒഴുകുന്നതായി നഗരസഭ ആരോഗ്യ വിഭാഗം കണ്ടെത്തിയിരുന്നു. രഹസ്യ വിവരമനുസരിച്ച് കഴിഞ്ഞ ദിവസം ഇവിടെ പരിശോധന നടത്തിയ നഗരസഭ ആരോഗ്യ വിഭാഗം വലിയ മോട്ടോർ ഉപയോഗിച്ച് തോട്ടിലേക്ക് മാലിന്യം തള്ളുന്നത് കണ്ടെത്തിയിരുന്നു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.